സിനിമകളെ ഓവറായിട്ട് ബാധിക്കപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയില്. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല. കാരണം കലാമൂല്യമുള്ള സിനിമകള് ഇപ്പം എത്രമാത്രം ഇറങ്ങിയാലും ഓടുന്നുണ്ട് അല്ലെ. യങ്സ്റ്റേഴ്സിന് വേണ്ടതെല്ലാം ഫാസ്റ്റ് നമ്പേഴ്സ് ഉള്ള സോങ്ങുള്ളവരും പാട്ടുകളും ഒക്കെയുള്ള സിനിമകളാണ്. അപ്പം ഇനിയുള്ള തലമുറകളെ ആണെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമകളിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ, ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ വരണമെങ്കിൽ ഒക്കെ നിങ്ങളും അതിന്റെ ഒരു ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ, നമ്മൾ ഒന്നിച്ചു പോയാൽ മാത്രമേ നടക്കുള്ളൂ. ചേച്ചി, അതുപോലെ തന്നെ സിനിമകളിൽ ഉണ്ടാകുന്ന വയലൻസുകൾ ഇപ്പൊ എന്റർടൈൻ ചെയ്യുന്ന ഇപ്പോൾ യൂത്തിന് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, തിയേറ്ററിൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ കുറച്ചുകൂടെ ആക്ഷൻ വയലൻസ് ഉള്ള അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് എന്ന് പറയപ്പെടുന്നത്. കാരണം സർക്കാരിന്റെ പറയുന്നത് വെച്ചാൽ ഇതേപോലത്തെ പടങ്ങൾ കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞ സിനിമകൾ നല്ല രീതിയിൽ ഇതേപോലത്തെ ക്രൈം ചെയ്യാനായിട്ട് പ്രചോദിപ്പിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിവേക ബുദ്ധിയാണ് അതിനകത്ത് വേണ്ടത്. കാര്യം നമ്മള് ആരാണെങ്കിലും ശരിയാണ്, ഇപ്പം പല രീതിയിലുള്ള കുട്ടികളും ആൾക്കാരും ഉള്ള ഒരു ലൈഫാണ് ഇപ്പൊ നമ്മുടെ ഇടയിലുള്ളത്. അത് പല രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് പോലത്തെ സാധനം യൂസ് ചെയ്തിട്ട് പല ക്യാരക്ടേഴ്സും ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് തെറ്റ് ശരി എന്നുള്ള വിവേകബുദ്ധി മനുഷ്യരായി നമുക്കുണ്ട്. അപ്പം സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം, ജീവിതത്തെ ജീവിതമായിട്ട് കാണണം. സാർ, ഇപ്പൊ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ടൈം പീരീഡ് ആണിത്. അപ്പം ഒരുപാട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകളുണ്ട്, ആക്ഷൻ സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതേപോലൊരു ചിത്രം തിയേറ്ററിൽ എത്ര നാൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്നത്? അല്ല, നല്ല സിനിമകൾ നിലനിൽക്കുന്നതിനാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മള് ഈ കൊമേഴ്സ്യൽ സിനിമ അല്ലെങ്കിൽ അടി സിനിമ എന്നൊക്കെ ഇപ്പോഴാണ് പറയാൻ തുടങ്ങിയത്. എന്റെ ഗുരുനാഥൻ ലോഹിസാറൊക്കെ ചെയ്യുന്ന സമയത്ത് സിനിമകളാണ് അവർ ചെയ്തിരുന്നത്. അതിനകത്ത് ഇത്ര അടി വേണം, ഇത്ര പാട്ട് വേണം എന്ന് വിചാരിച്ചല്ല സിനിമകൾ ചെയ്തു. ആ കാലത്ത് നമ്മൾ ആ സിനിമകളെ അത്രയും തോളിലേറ്റ് കൊണ്ടുപോകാൻ വന്നിട്ടുള്ള സിനിമകളാണ്. ഒരു നല്ല സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. അത് കൊമേഴ്സ്യലാണോ ആർട്ടാണോ എന്നുള്ളത് കണ്ടിട്ട് ആളുകൾ തീരുമാനിക്കട്ടെ. ഓടുകയാണെങ്കിലാണല്ലോ കൊമേഴ്സ്യലാവും, ഓടിയില്ലെങ്കിലാണല്ലോ പെട്ടെന്ന് ആർട്ട് എന്ന് പറയാൻ എളുപ്പം. അപ്പോ ഒരുപക്ഷെ ലോഹിസാറിനെ പോലെ അല്ലെങ്കിൽ അത്തരം ആളുകൾ ചെയ്ത സിനിമകളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത് വന്നിട്ടുള്ളതാണ് ഞാനൊക്കെ സിനിമയിൽ. അപ്പം അത്തരം സിനിമകൾ ചെയ്യാനാണ് ഇപ്പം മലയാളത്തിൽ നിൽക്കുന്ന പ്രഗത്ഭരായ എഴുത്തുകാർ വരെ, നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സും എല്ലാം ചെയ്തവരൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതും ലോഹിസാറിനെ പോലുള്ള എഴുത്തുകാരൊക്കെ തന്നെയാണ് അവർ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇനിയും എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്തരം സിനിമകൾ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. അല്ലാതെ നമ്മൾ അടി സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ അടി സിനിമ എടുക്കുന്നതിനോടും കൊലപാതക സിനിമകൾ തന്നെ എടുക്കണം എന്ന് അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ.